കുറച്ച് നാളത്തെ ബ്രേക്കിനൊക്കെ ശേഷം ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഒരു കുട്ടി ബേബി ഫ്രോക്കാണ്. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആദ്യം തന്നെ നമ്മൾ ബേസ് ലൈൻസ് വരയ്ക്കുന്നുണ്ട്. 1 to 2 ഇയർ ആണല്ലോ നമ്മൾ ഈ ഒരു ഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഷോൾഡർ ഇവിടെ കൊടുക്കുന്നത് 4.25 ഇഞ്ചാണ് കേട്ടോ. ഇതൊരു സ്ട്രാപ്പ് ആയിട്ടുള്ളൊരു ഫ്രോക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഷോൾഡർ എത്രയാണോ കൊടുത്തത് അതിൽ നിന്ന് ഒരു 1/2 ഇഞ്ചും കൂടെ കൂട്ടിയാണ് ഞാൻ ആം ഹോൾ ഡെപ്ത് ആക്കി എടുക്കുന്നത് കേട്ടോ. ഇനി നമ്മുടെ ചെസ്റ്റ് സൈസ് മാർക്കിംഗ് ആണ്. നമ്മുടെ ചെസ്റ്റ് റൗണ്ട് ഇവിടെ 20 ഞാൻ കൊടുക്കുന്നത്. അതിൻ്റെ 4/1 ഒപ്പം ഒരു 1/2 ഇഞ്ചും ലൂസും കൂടെ ചേർത്താണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം നമ്മൾ അവിടുന്ന് താഴത്തോട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ യോക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ. നമ്മൾ അധികം യോക്കിന് ലെങ്ത് ഇവിടെ കൊടുക്കുന്നില്ല. ഇത്രയും ഒരു ഭാഗം കഴിഞ്ഞിട്ട് താഴത്തോട്ട് സ്കേർട്ട് പാർട്ടാണ് വരുന്നത് കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്നത് കഴുത്തകലവും കഴുത്തിറക്കവുമാണ്. രണ്ടും ഞാൻ 2.25 ഇഞ്ച് വെച്ചാണ് കൊടുക്കുന്നത് കേട്ടോ. ഇനി ആ കഴുത്തിൻ്റെ കോർണർ പോർഷനിൽ നിന്ന് നമ്മുടെ ചെസ്റ്റ് ലൈൻ്റെ എൻഡിങ് ഭാഗം ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് ഇതേപോലെ ഫ്രഞ്ച് കേർവ് വെച്ച് ഒന്ന് കേർവ് ചെയ്തൊരു ലൈൻ നമ്മൾ കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ തീരും ഈ ഒരു പാറ്റേൺ. ആകെ നമുക്ക് വേണ്ടത് ചെസ്റ്റും ഷോൾഡറും ആം ഹോൾ ഡെപ്തും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം മതി. ഇനി നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സ്ട്രാപ്പിന് നമ്മൾ എത്രയാണ് ലെങ്ത് കൊടുത്തേക്കുന്നത്. അപ്പം നമ്മുടെ സ്ട്രാപ്പിൻ്റെ ആ ഒരു ലെങ്ത് ആണ് നമ്മൾ കഴുത്തിൻ്റെ ഇറക്കമായിട്ട് എടുത്തേക്കുന്നത് അല്ലേ. അതാണ് 2.25 ഇഞ്ച്, അതായത് 2.25 ഇഞ്ചാണ് നമുക്ക് ഫ്രണ്ടിലോട്ടുള്ള സ്ട്രാപ്പിൻ്റെ മാത്രം ലെങ്ത് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ബാക്കിലും കൂടെ വരുമ്പോഴത്തേക്കും 4.5 ആകും. പിന്നെ സൈഡ് ഹാങ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കേർവ് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് തന്നെയാണ് നമ്മൾ ഫ്രണ്ട് പാറ്റേണും ബാക്ക് പാറ്റേൺ ആക്കി എടുക്കുന്നത് കേട്ടോ. ഇതിൽ തന്നെ നമ്മൾ തയ്യൽ തുമ്പും കൂടെ ഞാൻ മാർക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട്. നമ്മൾ താഴത്തെ ഭാഗത്ത് 1 ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കുന്നത്. സൈഡ് സീമിനും 1 ഇഞ്ചാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സ്ലീവിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ, ആം ഹോളിൻ്റെ പോർഷനും നമ്മുടെ കഴുത്തിൻ്റെ ആ ഭാഗവും ഇവിടെ രണ്ടിടത്തും ഞാൻ 1/2 ഇഞ്ച് വെച്ചാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ നമുക്കിനി ഡയറക്റ്റ് ക്ലോത്തിലോട്ട് കട്ട് ചെയ്തെടുക്കാം. അഡീഷണൽ ആയിട്ട് പിന്നെ തയ്യൽ തുമ്പ് കൊടുക്കാനായിട്ട് നിൽക്കണ്ട. ഇനി നമ്മൾ ഈ പാറ്റേൺ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു കസവിൻ്റെ ഒരു ഫാബ്രിക് ഇരിപ്പുണ്ടായിരുന്നു. അപ്പം അത് വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഈ ഒരു ഡിസൈൻ ചെയ്യാമെന്ന് ഓർത്തത് കേട്ടോ. ഇത് ഞാൻ പിൻട്രസ്റ്റിൽ കണ്ടൊരു റെഫറൻസ് ആണ്. എക്സാക്ട് ഞാൻ അതേപോലെ അല്ല ചെയ്തിരിക്കുന്നത്. ഞാൻ കുറച്ചും കൂടിയൊക്കെ വ്യത്യാസം വരുത്തിയാണ് ഇതിൽ ചെയ്തേക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു പാറ്റേൺ നമ്മൾ ഫാബ്രിക്കിലോട്ട് ട്രേസ് ചെയ്യുക എന്നുള്ളതാണ്. ഫ്രണ്ടും ട്രേസ് ചെയ്യുക, ബാക്കും ട്രേസ് ചെയ്യുക. ബാക്ക് ട്രേസ് ചെയ്യുമ്പം നമ്മൾ ബാക്കിൽ ഒരു ഹുക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലെങ്ത് ആണ് ഞാനിവിടെ 3 ഇഞ്ച് ആ ഒരു പാറ്റേണിൽ മാർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ ബാക്ക് പാറ്റേൺ ട്രേസ് ചെയ്യുമ്പം ഇതേപോലെ ക്ലോത്ത് രണ്ടായിട്ട് മടക്കിയിട്ട് ആ 3 ഇഞ്ച് മാർക്ക് ചെയ്ത ആ പോയിന്റ് കണ്ടോ, ആ പോയിന്റിൻ്റെ അവിടെ കൈ വെച്ച് അമക്കിയിട്ട് മുകളിലോട്ടുള്ള പാറ്റേൺ ചെറുതായിട്ടൊന്ന് ചരിക്കുക. നമ്മളൊരു 1/4 ഇഞ്ചിലൊന്ന് ചരിച്ചാൽ മതി. എന്നിട്ട് വേണം നമ്മളതൊന്ന് ട്രേസ് ചെയ്തെടുക്കാൻ. കാരണം ബാക്കിൽ ഓപ്പണിങ് വരുമ്പോൾ നമ്മൾ തുണി വെച്ച് തയ്ച്ച് തിരിച്ചിടുകയാണ്. അപ്പോൾ ഒരു 1/4 ഇഞ്ച് അവിടെ എന്തായാലും നമ്മുടെ ശരിക്കുള്ള സൈസിൽ നിന്ന് കുറയും. അപ്പോൾ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒരു 1/4 ഇഞ്ച് നീക്കി വെച്ച് വരയ്ക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു 1/4 ഇഞ്ച് നീക്കി വെച്ചും വരയ്ക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് സ്റ്റിച്ച് ചെയ്യണം. അതിനു മുൻപേ നമ്മൾ ഇതിനകത്തോട്ട് സ്ട്രാപ്പ് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ സ്ട്രാപ്പ് അറ്റാച്ച് ചെയ്യാനായിട്ട് നമ്മൾ വളരെ നേർത്ത ഒരു സ്ട്രാപ്പാണ് എടുക്കുന്നത്. അധികം വീതിയൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ 1 ഇഞ്ച് വീതിയിലുള്ള ഒരു സ്ട്രാപ്പാണ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. കൃത്യം 1 ഇഞ്ച് വീതിയാണ്. നിങ്ങൾക്ക് സ്ട്രാപ്പിൻ്റെ ലെങ്ത് കൂട്ടണമെങ്കിൽ കൂട്ടാം. പിന്നെ ലെങ്ത് വന്നിട്ട് ഞാനിവിടെ തയ്യൽ തുമ്പ് ഉൾപ്പെടെ 5.5 ഇഞ്ചാണ്. അതായത് 1 സൈഡിലോട്ട് 2.25 അപ്പോൾ 2 സൈഡും കൂട്ടി 4.5, അതിനോടൊപ്പം തയ്യൽ തുമ്പ് 5.5. എന്നിട്ട് നമ്മൾ ഇതേപോലെ 2 സൈഡിൽ നിന്നും 1/4 ഇഞ്ച് വെച്ച് മടക്കിയിട്ട് ആ സ്ട്രാപ്പിൻ്റെ അറ്റത്തുകൂടി ഒരു എഡ്ജ് സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ സ്ട്രാപ്പിൻ്റെ വീതിയാണ് നമുക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് എടുക്കാമെന്ന് പറഞ്ഞത്. ലെങ്ത് നമ്മൾ കറക്റ്റ് തന്നെ എടുക്കണം, അല്ലെങ്കിൽ ഫ്രോക്ക് ഇറങ്ങിപ്പോകും. അങ്ങനെ നമ്മൾ 2 സ്ട്രാപ്പും തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ ബോഡി പാർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ നല്ല ഫാബ്രിക്കാണ് എടുത്തിരിക്കുന്നത്. അതിൽ നമ്മൾ ഈ സ്ട്രാപ്പ് അറ്റാച്ച് ചെയ്യുന്നതിന് മുൻപ് തന്നെ നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത സീം അലവൻസ് ഉണ്ടല്ലോ, തയ്യൽ തുമ്പ്, അത് ആ ക്ലോത്തിലും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതായത് ആ കഴുത്തിൻ്റെ ഭാഗവും അതേപോലെ തന്നെ ആ ഒരു കൈക്കുഴി ചരിഞ്ഞു വരുന്ന ആ ഭാഗത്തും ജസ്റ്റ് ഒന്ന് ആ ഒരു കോർണർ ഭാഗത്തൊന്ന് തയ്യൽ തുമ്പ് കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ ഒരു സ്ട്രാപ്പ് വെക്കുന്നത് കേട്ടോ.
ക്ലോത്തിൻ്റെ അറ്റത്തോട്ട് ചേർത്ത് വെക്കല്. തയ്യൽ തുമ്പ് വെച്ച് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നമ്മൾ ആ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തതിൻ്റെ ആ ഒരു കോർണറിലായിട്ടാണ് ഈ സ്ട്രാപ്പ് അറ്റാച്ച് ചെയ്യുന്നത്. അതിനുശേഷം അതിൻ്റെ പുറത്ത് നമ്മുടെ മെയിൻ തുണി വെച്ചിട്ട് അതൊന്ന് തയ്ച്ചെടുക്കുക. പിന്നെ ഈ കോർണേഴ്സ് ഒക്കെ വരുന്ന ഭാഗത്ത് നമുക്ക് നോച്ചസ് ഇടുകയാണെങ്കിൽ അത് തിരിച്ചിടുമ്പോൾ നല്ല ഷാർപ്പായിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇതേപോലെ ഒന്ന് ചരിച്ചൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു നോച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് തിരിച്ചിടുമ്പോൾ കുറച്ചും കൂടെ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. ഇനി ഇതേപോലെ തന്നെ നമ്മൾ അടുത്ത പാറ്റേണും അറ്റാച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ആ ഒരു പാറ്റേൺ അറ്റാച്ച് ചെയ്യുമ്പോഴും നമ്മൾ ഇതേപോലെ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തിട്ട് ആ കോർണറിൽ വേണം സ്ട്രാപ്പ് വെക്കാനായിട്ട്. അതേപോലെ തന്നെ നല്ല വശവും ഒരുമിച്ച് വരുന്ന രീതിയിൽ വേണം അറ്റാച്ച് ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മൾ തയ്ച്ച് കഴിയുമ്പോഴത്തേക്കും ഒരെണ്ണം നല്ല വശവും മറ്റേത് റോങ് സൈഡുമായിട്ട് പോകും കേട്ടോ. അപ്പം അതങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ടോപ്പ് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്യണം. അപ്പം തയ്യൽ തുമ്പ് കാണാത്ത രീതിയിലാണ് ഞാനിവിടെ ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ തുണി നല്ല ഭാഗത്തോട്ട് മടക്കിയിടുക. അതിനുശേഷം ലൈനിങ് ഒരു സൈഡിലോട്ടും മെയിൻ ക്ലോത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ടും ആക്കിയിട്ട് നമ്മൾ എത്രയാണോ തയ്യൽ തുമ്പ് കൊടുത്തിരിക്കുന്നത് ആ ഒരു വിട്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. രണ്ട് സൈഡും അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പം നമുക്ക് വൺ സൈഡിൽ ടോപ്പിൻ്റെ വിത്ത് വന്നിട്ട് നമുക്ക് 11 ഇഞ്ച് കിട്ടുന്നുണ്ട്. അതായത് തയ്യൽ തുമ്പ് ലൂസ് ഉൾപ്പെടെയുള്ള മെഷർമെൻ്റ് ആണ് ഈ കാണിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു ടോപ്പിന് ബാക്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഓപ്പണിംഗ് കൊടുക്കുന്നുണ്ടെന്ന്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഫാബ്രിക് സ്ട്രാപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ചുറ്റും നമ്മളൊന്ന് 1/4 ഇഞ്ചിലൊന്ന് മടക്കി അടിക്കുക കേട്ടോ. അതിൻ്റെ മെഷർമെൻറ്റ്സും ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഫാബ്രിക്കിൻ്റെ സെൻറ്റർ പോയിന്റ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ടോപ്പിൻ്റെയും അതേപോലെ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തുണിയും ഞാനൊന്ന് രണ്ടായിട്ടൊന്ന് മടക്കുന്നുണ്ട്. അപ്പം നമുക്ക് ആ ഒരു സെൻറ്റർ ലൈൻ നമുക്ക് കിട്ടുമല്ലോ. ഇനി നമുക്ക് ബാക്കിൽ എത്രയാണോ ഓപ്പണിംഗ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ലെങ്ത് നമ്മളിവിടെ വരച്ചെടുക്കുക. നമ്മുടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന സ്ട്രാപ്പിലാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പം ഞാനൊരു 3 ഇഞ്ചിലാണ് ഓപ്പണിംഗ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു 3 ഇഞ്ചിലൊരു ലൈൻ നമ്മൾ ആ ഒരു സെൻറ്റർ ലൈനിൽ കൂടി ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ രണ്ട് വശത്തോട്ടും ഒരു 1/4 ഇഞ്ച് നീക്കി പിന്നെ ഒരു ലൈൻ വരച്ച് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഷേപ്പിലാക്കി എടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മുടെ ക്ലോത്തിൻ്റെ ബാക്ക് സൈഡ് എടുക്കുക. അതിൻ്റെ സെൻറ്റർ പാർട്ടിൽ ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ വരച്ചിരിക്കുന്ന ഷേപ്പ് ഉണ്ടല്ലോ ആ ഷേപ്പിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പം ഞാൻ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ലൈനിൽ കൂടി നമ്മൾ ഇതേപോലെ കട്ട് ചെയ്യുക കേട്ടോ. അതിൻ്റെ ആ കോർണർ പോർഷനിലോട്ട് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇച്ചിരി സൂക്ഷിച്ച് കട്ട് ചെയ്യണം. നമ്മുടെ സ്റ്റിച്ച് കട്ടായി പോകരുത്. അതുപോലെ തന്നെ സൈഡിലും ചെറിയ ചെറിയ നോച്ചസ് ഒക്കെ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആ ഒരു ക്ലോത്ത് നമ്മളൊന്ന് തിരിച്ചിടുക. സോ നമുക്ക് ഓപ്പണിങ് വേണമെങ്കിൽ ഇങ്ങനെയും കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ആ കോർണർ പോർഷനിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റിച്ച് ലൈൻ കട്ടാവാണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ തിരിച്ചിടാനായിട്ട് പറ്റും. എന്നിട്ട് അതിൻ്റെ പുറത്തുകൂടി ഒരു എഡ്ജ് സ്റ്റിച്ച് കൊടുത്താൽ മതി. ഇനി നമ്മൾ സ്കേർട്ട് പാർട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ സ്കേർട്ട് പാർട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാൻ തയ്യൽ തുമ്പ് ഉൾപ്പെടെ 15 ഇഞ്ചാണ് ഹൈറ്റ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഞാൻ ഈ ഒരു ഫ്രോക്കിൻ്റെ ടോട്ടൽ ഹൈറ്റ് എടുക്കുന്നത് 19 ഇഞ്ചാണ്. അതിൽ ടോപ്പിൻ്റെ ലെങ്ത്ത് സ്ട്രാപ്പ് ഉൾപ്പെടെ നോക്കുവാണെങ്കിൽ നമുക്ക് ഒരു 5.25 ഇഞ്ചോളം വരുന്നുണ്ട്. അപ്പോൾ ഈ 19-ന് 5.25 കുറച്ചിട്ട് ബാക്കിയുള്ള ലെങ്ത്ത് എത്രയാണോ അതിനോടൊപ്പം തയ്യൽ തുമ്പും കൂടെ ചേർത്താണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ടോപ്പിൻ്റെ ആ ഒരു വേസ്റ്റിൻ്റെ പോർഷനിലുള്ള വീതി നോക്കുക. അത് നമുക്ക് 11 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് പ്ലീറ്റിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് മിനിമം ഒരു 3 ഇരട്ടി തുണിയെങ്കിലും വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ 11-ൻ്റെ 3 ഇരട്ടി എടുത്തു. അതായത് 33 ഇഞ്ച്. അതിനോടൊപ്പം ഞാൻ തയ്യൽ തുമ്പും കൂടെയൊക്കെ ചേർത്താണ് ഞാൻ ഈ ഒരു സ്കേർട്ടിൻ്റെ ലെങ്ത് എടുത്തിരിക്കുന്നത്. അതായത് ടോട്ടൽ നമ്മളൊരു 35 ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് നമുക്ക് നല്ല പോലെ പ്ലീറ്റ് ഇടണമെങ്കിൽ നിങ്ങൾക്ക് 3 ഇരട്ടി തുണിയെങ്കിലും ഉണ്ടാകണം. കുറച്ച് അതെല്ലാം ഗ്യാപ്പൊക്കെ ഇട്ട് ചെയ്യാനാണെങ്കിൽ 2.5 ആയാലും കുഴപ്പമില്ല. പക്ഷെ നല്ല പ്ലീറ്റോടെ ചെയ്യണമെങ്കിൽ 3 ഇരട്ടി 4 ഇരട്ടിയൊക്കെ ഉണ്ടെങ്കിലേ നല്ല ഭംഗിയായിട്ട് പ്ലീറ്റിങ് കിടക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ആ പ്ലേറ്റിങ് ഞാൻ 1/2 ഇഞ്ചിലാണ് ഞാൻ പ്ലേറ്റ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ തുടക്ക ഭാഗവും അവസാന ഭാഗവും 1 ഇഞ്ച് വിട്ടിട്ട് അതിൻ്റെ ഉൾഭാഗമാണ് 1/2 ഇഞ്ചിൽ വെച്ച് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. ഈ 1 ഇഞ്ച് വിടുന്ന എന്തിനാന്ന് വെച്ചാൽ അത് നമ്മുടെ തയ്യൽ തുമ്പാണ് സൈഡ് അടിക്കാനായിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ഇതേപോലെ ആ 1/2 ഇഞ്ച് വീതിയിൽ ചെറുതായിട്ട് പ്ലേറ്റ് എടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ പ്ലേറ്റിംഗ് എടുക്കാൻ അത്യാവശ്യം നല്ല പാടായിരുന്നു. കാരണം ആ ഒരു കസവിൻ്റെ ആ ഒരു ഭാഗമൊക്കെ നമുക്ക് നല്ലോണം
മടക്കി ചെയ്യാനായിട്ട് പാടാണ്. ഇപ്പം നമ്മുടെ നോർമൽ അയൺ ബോക്സിലായാലും നമുക്കിത് ചെയ്യാം. പക്ഷേ നല്ല നീറ്റായിട്ടൊക്കെ ചെയ്യണമെങ്കിൽ ഈ സ്റ്റീം അയണിങ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് തന്നെ പ്ലേറ്റിങ് കിടക്കും കേട്ടോ. പിന്നെ ഈ ഒരു ക്ലോത്തിൽ എനിക്ക് മനസ്സിലായ കാര്യം, നമ്മളിത് അയൺ ചെയ്യുമ്പോൾ അതിന് പുറത്ത് ന്യൂസ് പേപ്പർ ഇട്ടിട്ട് വേണം നമ്മൾ അയൺ ചെയ്യാൻ. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഈ തുണിയിലിട്ട് അയൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഉരുകി പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം ഞാനിവിടെ പ്ലേറ്റിങ് ഫ്രണ്ടിനും ബാക്കിനും സെപ്പറേറ്റ് ആയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഫ്രണ്ട് സീം മെത്തേഡ് ഉണ്ടല്ലോ, തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ സ്റ്റിച്ച് ചെയ്യത്തില്ലേ, അതേപോലെയാണ് ഇവിടെ ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. ആദ്യം നമ്മൾ നല്ല വശത്തുകൂടി സ്റ്റിച്ച് ചെയ്തു, അതിനുശേഷം നമ്മൾ തിരിച്ചിട്ടിട്ട് വീണ്ടും ഒരു സ്റ്റിച്ച് കൊടുത്തു. സോ അപ്പോൾ നമ്മൾ പ്ലേറ്റിംഗ് എല്ലാം കഴിഞ്ഞ് രണ്ട് സൈഡും തയ്ച്ചതിന് ശേഷം നമുക്ക് കറക്റ്റ് ആ ഒരു ടോപ്പിന്റെ വേസ്റ്റിന്റെ ലെങ്ത് കിട്ടിയിട്ടുണ്ട്, അതായത് 11 ഇഞ്ച്. പിന്നെ താഴെ ഞാൻ മടക്കി വടിച്ചിട്ടുണ്ട്. ഇനിയൊന്നുമില്ല, നമ്മുടെ ടോപ്പുമായിട്ട് അറ്റാച്ച് ചെയ്യുകയാണ്. നമ്മൾ എപ്പോഴും നോർമലി ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ഇതേപോലെ സ്കേർട്ടിന്റെ റോങ് സൈഡിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ അഡീഷണൽ ആയിട്ടൊരു കാര്യം ചെയ്തത്, ഞാൻ ലൈനിങ്ങും കൂടി തയ്ച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എങ്ങനെയാണോ മെയിൻ ഫാബ്രിക് ചെയ്തത് അതുപോലെ തന്നെയാണ് ഞാൻ ലൈനിങ്ങിലും സ്കേർട്ട് ചെയ്തത്. അതിന്റെ വീഡിയോ ഞാനിതിൽ കാണിച്ചില്ല എന്നേ ഉള്ളൂ. 3 ഇരട്ടി തുണി എടുത്തിട്ട് തന്നെയാണ് ഞാൻ പ്ലേറ്റ് ഇട്ടത് കേട്ടോ. അതാകുമ്പോൾ കുറച്ചും കൂടെ നല്ല ബൗൺസി ആയിട്ട് കിടക്കുമല്ലോ. അപ്പൊ തയ്യൽ തുമ്പ് കാണാതിരിക്കാനായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മൾ എല്ലാ വീഡിയോയിലും ചെയ്യുന്ന അതേ പാറ്റേൺ തന്നെയാണ് സ്കേർട്ട് അറ്റാച്ചിങ്ങിൽ, അതിലൊരു മാറ്റവും ഇല്ല കേട്ടോ. ഈ ഒരു ഫ്രോക്കിലുണ്ടല്ലോ കുറച്ചും കൂടി ഒന്നൊരു ക്യൂട്ട്നെസ് കൂട്ടാനായിട്ട് ഞാനൊരു കസവിന്റെ ഫാബ്രിക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഞാനൊരു 16 ഇഞ്ച് എടുത്തിട്ടുണ്ട്. വീതി വന്നിട്ട് ഒരു 2.5 ഇഞ്ചാണ്. അത് ഇതേപോലെ നമ്മൾ ചുറ്റി മടക്കി അടിക്കുക. അത് നമ്മൾ സ്ട്രാപ്പിൽ ചെറിയൊരു ഫ്രിൽസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു സ്ട്രാപ്പിന്റെ ടോട്ടൽ ലെങ്ത് എത്രയാണെന്ന് നോക്കുക, അതിന്റെ 3 ഇരട്ടി എടുക്കുക. കാരണം ഞാൻ ഇതേപോലെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആണ് ഇടുന്നത്. പ്ലീറ്റ്സ് ഇടുന്നതുകൊണ്ടാണ് ഞാൻ 3 ഇരട്ടി കൊടുത്തത് കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ഒരു പ്ലീറ്റ്സ് നമ്മുടെ സ്ട്രാപ്പിന്റെ ആ ഒരു ലെങ്ത്തിലോട്ട് ആക്കിയെടുക്കുക. എന്നിട്ട് ഇതേപോലെ സ്ട്രാപ്പിനുള്ളിൽ കൂടി വെച്ച് അതിന്റെ സെന്ററിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ 2 സ്ട്രാപ്പ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടും എനിക്ക് എന്തോ ഈ ഒരു ഫ്രോക്ക് ഭയങ്കര പ്ലെയിൻ ആയതുപോലെ ഫീൽ ചെയ്തു. അതുകൊണ്ട് ഞാൻ ആ ഒരു യോക്ക് പോർഷനിൽ ചെറിയൊരു എംബ്രോയിഡറി ഡിസൈനും കൂടെ കൊടുത്തു കേട്ടോ. നമ്മുടെ ഫ്രഞ്ച് നോട്ട് ഉപയോഗിച്ചിട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഫൈനൽ ഔട്ട്പുട്ട്. ഈ ഒരു കുട്ടി ബേബി ഫ്രോക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ആ ഒരു ഡിസൈൻ കൊടുത്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.